ജമാഅത്തെ ഇസ്ലാമി വി.ഡി. സതീശന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ? ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഞാനതിൻ്റെ ആകെ സംഭവങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പൂർണ്ണമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇവിടെ പിന്നെ UAPA ഒഴിവാക്കി കൊടുത്തു, അതുപോലെ തന്നെ അവരെ വെടിവെച്ച് കൊന്നു. ഇതെല്ലാം നിങ്ങൾ നടത്തുന്ന കള്ളപ്രചരണത്തിൻ്റെ ഭാഗമാണ്. ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ചെയ്തിരിക്കുന്നതാണ്. എങ്ങനെയെങ്കിലും CPM-നെ മുസ്ലിം വിരുദ്ധരാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ രാജ്യത്തിനകത്ത് ഞാൻ പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അജിംസേ, നിങ്ങൾ അങ്ങനെ വലിയ ആളാവല്ല. ഞാൻ പറയട്ടെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങളെന്താ ഞാൻ നിങ്ങളോട് പറയാൻ ഞാൻ നിങ്ങളെ കാണുന്നില്ലല്ലോ. ഞാൻ കാണുന്നില്ല, ഞാനിവിടെ ഒറ്റക്കിരുന്നില്ലല്ലോ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ രാജ്യത്തിലെ യാഥാർത്ഥ്യം മറക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ രാജ്യത്തിനകത്ത് മുസ്ലിം വേണ്ട തീരുമാനിക്കുന്നു ഭരിക്കുന്ന ഗവൺമെന്റ്. അവരുടെ വീടുകൾ, കടകൾ, അതെല്ലാം തന്നെ പിന്നെ ബുൾഡോസർ കൊണ്ട് തകർക്കുന്നു. നിങ്ങൾക്കതൊന്നും വാർത്തയല്ല. നിങ്ങൾക്ക് മാർക്സിസ്റ്റുകാരാണ് മുസ്ലിമിന് ശത്രു എന്ന് സ്ഥാപിക്കണം. ഈ രാജ്യത്തിനകത്ത് മുസ്ലിം വേണ്ട തീരുമാനിച്ചുകൊണ്ട് അവർ SIR നടത്തുന്നു, അവർ പൗരത്വ നിയമം കൊണ്ടുവരുന്നു. അതൊന്നും വാർത്തയല്ല. രാജ്യത്തിനകത്ത് മുസ്ലിങ്ങളെ വേട്ടയാടുന്ന വാർത്ത നിങ്ങൾക്ക് വാർത്തയാവുന്നില്ല. ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കുന്നു, വാർത്തയല്ല. അവർ കന്യാസ്ത്രീകൾ ആക്രമിക്കുന്ന വാർത്തയല്ല. നിങ്ങൾക്ക് എന്താ സ്ഥാപിക്കേണ്ടത്? നിങ്ങൾക്ക് സ്ഥാപിക്കേണ്ട ഒരേ ഒരു കാര്യമാണ്, മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രു CPM. ഇവിടെ നരേന്ദ്രമോദിയേക്കാൾ വലിയ മുസ്ലിം ശത്രു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇതല്ലേ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ പറയുന്നത് നാളെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന സംഭവം നിങ്ങൾ സർക്കാർ നിരോധിച്ച ഒരു സ്ഥാപനത്തോടാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഞാൻ പറയുന്നത് കേൾക്കുന്നത്. അതിനെതിരെ പോരടിക്കുന്ന പ്രസ്ഥാന CPM. ഇന്ത്യ രാജ്യത്ത് ഈ മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായി പോരടിക്കുന്ന പാർട്ടിയാണ് CPM. അതിനെ ആകെ ശരിപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മുസ്ലിം ജനങ്ങളെ ആകെ RSSകാരുടെ കയ്യിൽ കൊടുക്കണം. അതാണ് താല്പര്യങ്ങളായിക്കോ. ഞങ്ങൾക്കതിനൊന്നും വിരോധമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, ഞങ്ങൾ ജനവിഭാഗത്തെ RSSന്റെ കയ്യിൽ കൊടുക്കാൻ വാർത്ത അനുസരിച്ചാണ് മുസ്ലിം ജനവിഭാഗം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആണോ? എനിക്കറിയില്ല. മുസ്ലിം ജനവിഭാഗത്തെ കൊടുക്കാൻ എന്ന് വെച്ചാൽ മീഡിയയുടെ കയ്യിലിരിക്കുകയാണ് മുസ്ലിം ജനവിഭാഗം. അല്ല, അതാ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി അത്ര വലിയ പാർട്ടിയൊന്നുമല്ല, എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അങ്ങനൊന്നും പറയില്ല. ജമാഅത്തെ ഇസ്ലാമി നാളെ മതരാഷ്ട്രം ഉണ്ടാക്കാൻ പോവാണ്, ഇന്ത്യ കൊണ്ടുവന്ന നിങ്ങൾ പേടിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ചെറിയ പാർട്ടിയാണ്, ചെറിയ അങ്ങനെ വിചാരിക്കില്ല, അത് വലിയ പാർട്ടിയാണ്. RSSന് സമാസമായിട്ടുള്ള വലിയ സംഘമാണ്. അവർ നാളെ മതരാഷ്ട്രം ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പ്രകാശമാഷ് പറയാണ് അത് ചെറിയൊരു സംഘമല്ലേ എന്ന്. മൗദീദിയുടെ നിലപാടെന്താ? മതരാഷ്ട്രം ഉണ്ടാക്കലല്ലേ?